ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു ജനതയെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ അനിഷ്ട സംഭവങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുക. വയനാടും വിലങ്ങാടും ഒക്കെ ഉരുൾപൊട്ടി അനേകം പേര് മരണത്തിന് ഇരയായി തീർന്നവരുണ്ട്. കിടപ്പാടം നഷ്ടപ്പെട്ടു പോയവരൊക്കെയുണ്ട്. ആസ്വാദികരമായിരുന്ന മഴയും കാറ്റുമൊക്കെ ഇന്ന് പലർക്കും ഭയമാണ്. എല്ലാ തരത്തിലും ഒരു മനുഷ്യനെ ദുർബലമാക്കുന്ന, ഭയത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ സുവിശേഷം അതിനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈശോ ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റുണ്ടാകുന്നു. ഭയന്നു പോയ ശിഷ്യന്മാരെ ഈശോ ധൈര്യപ്പെടുത്തുകയാണ്. ധൈര്യമായിരിക്കുവിൻ, ഞാൻ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഭയമുണ്ടാകുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ നാം ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണെന്നാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. ഓരോ ക്രിസ്ത്യാനിയും വലിയ ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കേണ്ടതിൻ്റെ വലിയ ഉത്തരവാദിത്തത്തെ പറ്റിയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുക. ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ടാകും, തടസ്സങ്ങളുണ്ടാവും, ഭയങ്ങളുണ്ടാവും. പക്ഷെ ജീവിതത്തിൽ ഒരു മനുഷ്യന് വേണ്ടത് ദൈവഭയമാണ്. എവിടെയൊക്കെ ദൈവഭയം നഷ്ടപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മറ്റു ഭയങ്ങൾ നമ്മളെ ആകർഷിക്കും. ഈ ഭയങ്ങളെ ഒഴിവാക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ് ഈ വലിയ ദൈവാശ്രയ ബോധം എന്ന് പറയും. പലപ്പോഴും ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയും ഭൗതികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഭയങ്ങളെ നേരിടാനുള്ള വലിയൊരു ശക്തിയാണ് വലിയ ദൈവാശ്രയ ബോധത്തോടു കൂടെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാവുന്നതാണ്. കാരണം സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ചവനാണ് നിൻ്റെ കൂടെയുള്ളത്. ഏത് ഭയത്തെയും തരണം ചെയ്യാൻ ദൈവം നിന്നെ സഹായിക്കും. ദൈവാശ്രയ ബോധം കുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് ദൈവത്തോട് ചേർന്നുള്ളതാണ്. വലിയ ദൈവാശ്രയ ബോധത്തോടു കൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ വിജയം അടങ്ങിയിരിക്കുക. ഭയം മാറി, ആകുലത മാറി, അസ്വസ്ഥത മാറി, കുറെ കൂടെ ദൈവത്തോടൊപ്പം എല്ലാം ചെയ്യാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഞായറാഴ്ച പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.